ഞങ്ങൾ ഇന്നും ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എങ്ങോട്ടാണ് ഇറങ്ങിയത്? അൻഷുനറിയോ നമ്മൾ എങ്ങോട്ടാ പോണേന്ന്? അറിയില്ല. ആമയ്ക്ക് അറിയോ എങ്ങോട്ടാ പോണേന്ന്? കോൺ വാങ്ങിക്കാന്നല്ല. നൈസിന്റെ കയ്യിൽ എന്തോ ഒരു ബക്കറ്റിൽ എന്തോ ഉണ്ട്. എന്തായിരിക്കും അത്? ഇതാ ഒരു ബസ്, സ്കൂൾ ബസ്. കുട്ടികൾ ഇവിടെ അടുത്ത് തന്നെ സ്കൂളുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വരികയാണ്. കുട്ടികളുണ്ട്. അവിടെ അടുത്ത് സ്കൂളുണ്ട്. ഒരാളുടെ അടുത്തപ്പം മറ്റാക്കും വേണം അല്ലേ? സ്മെല്ലുണ്ടോ? എന്താ? ഫാനില്ല. ഈ പൂവിൽ ഫാനുണ്ടാവുള്ളൂ. ഉള്ള കാടും പടലൊക്കെ പറിച്ചിട്ട് എങ്ങോട്ടാ പോണത്? നമ്മൾ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമാണല്ലോ പുട്ട്. എൻ്റെ കെട്ടിയോനൊരു പുട്ടിൻ്റെ വലിയ ഫാനായതുകൊണ്ട് എല്ലാ ആഴ്ചയും വീട്ടിൽ പുട്ട് നിർബന്ധമാണ്. അതിനായിട്ട് അരിയും ഉണക്കി ബക്കറ്റിലാക്കിയിട്ടുള്ള നടത്തമായിരുന്നു നിങ്ങൾ ഇത്ര നേരം കണ്ടത്. എന്നാൽ പിന്നെ ആഫ്രിക്കയിലെ മില്ലും ഇവിടുത്തെ രീതികളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഈ അരി പൊടിക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ നല്ലവനായ ചേട്ടന് അതിഷ്ടമായില്ല. എങ്കിലും എൻ്റെ തൊഴിൽ ഇതായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഗോപ്രോ കുട്ടനിൽ പകർത്തിയെടുത്തു. ഇത്തിരി പോന്ന എൻ്റെ മക്കൾക്ക് ഇത് ആദ്യത്തെ കാഴ്ചയായിരുന്നു. മെഷീൻ്റെ സൗണ്ടും പൊടി പറക്കലും എല്ലാം കൂടെ കണ്ടിട്ട് ഇവർ പകച്ചു നിൽക്കുകയാണ്. Hello. Good evening. Tuesday. What the name? Bar food. Bar foods. Bar fruits. Bar fruits. Okay. Give me one. I want to try. നമ്മുടെ നാട്ടിലെ കായപ്പം പോലെ ഉണ്ടല്ലേ? Okay, you give me two. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചു നോക്കാം. The fry, we have a lot of fry. We have the hard one, we have the soft one. Maida? Maida? No, rather it is to big bread. Big bread. Okay. Yes. ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെ ഉണ്ട് അറിയില്ല. എന്തോ പേര് പറഞ്ഞ് ഞാൻ മറന്നു. എന്താ പേര് പറഞ്ഞേ? നൈസിനെ വിളിച്ച് ചോദിക്കേണ്ടി വരും എന്താ പേര് പറഞ്ഞതെന്ന്. നമുക്കിതിനെ ഉണ്ടപ്പൊരിന്ന് വിളിക്കാം. നമ്മളെ നാട്ടിലെ കായപ്പം അതുപോലെ തന്നെ ഉണ്ട്.
പിടിക്കുമ്പോഴും അധികം വെയിറ്റ് ഇല്ല. അപ്പം ഇതാണ് സംഭവം. നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു നോക്കട്ടെ. വലിയ മാറ്റമൊന്നുമില്ല. ഉള്ളിലൊരു ബ്രെഡിൻ്റെ ഫീലിങ്. അതാണ് നൈസ് പറഞ്ഞത്. ബ്രെഡൊക്കെ ഉണ്ടാക്കാനുള്ള അതേ പൊടി തന്നെയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സൂപ്പറാണോ? അമ്മയ്ക്ക് ഇഷ്ടമായോ? ബ്രെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടും. എണ്ണയുമില്ല, അധികം എണ്ണയൊന്നുമില്ല, വലിയ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. 2 CD ഉള്ളൂ. 2 CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ 2 CD നാട്ടിലെ രൂപയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 14 രൂപേൻ്റെ അടുത്ത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ വിലയില്ല, വിശപ്പ് മാറാൻ പറ്റും. ഇവർ ബ്രെഡ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അഞ്ചു ആമിക്കും ബ്രെഡ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ശക്തേട്ടൻ ഇതാ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. കഴിക്കേ, എങ്ങനെയുണ്ട് നോക്ക്. ഞാൻ ഉണ്ടാക്കിയതാ. ഇത് വേറെ എന്തോ ആണ്. അല്ല, കഴിച്ചോക്ക്. എനിക്ക് വിശ്വാസമില്ല. ഈ പഴം ഈ ഉണ്ടാക്കിയതാ? പഴം ഞാൻ ഉണ്ടാക്കിയതല്ല. പിന്നെ ഈ കടല ഈ ഉണ്ടാക്കിയതാ? അതെ. ഇതാ മറ്റേ ഉന്തുവണ്ടിയിൽ കിട്ടുന്ന സാധനമല്ല? ഉന്തുവണ്ടിയിൽ കിട്ടുന്നതല്ല. കഴിച്ചോക്ക്, എങ്ങനെയുണ്ട് കഴിച്ചോക്ക്. ഞങ്ങൾ കഴിച്ചു. മണത്തോക്കിട്ടൊക്കെ കഴിക്കുള്ളൂ. പറയോ? നല്ല ടേസ്റ്റ് ഇല്ലേ? നമ്മളെ നാട്ടിലത്തെ കായപ്പല്ലേ? 2 CD ഉള്ളൂ ഇവിടുന്ന്. പക്ഷെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച കാര്യം. നല്ല വൃത്തി ഉണ്ടായിരുന്നു. നാളെ എനിക്ക് നീ പറ്റിയ എല്ലാരും കാണണം. അതിന് ഉത്തരവാദി തന്നെയാ. ഒന്നും പറ്റൂല അല്ലേ? ടേസ്റ്റ് ഉണ്ട്. എണ്ണയുമില്ല അല്ലേ? അധികം എണ്ണ. അതെ. പിന്നെ ഒരു ബ്രെഡിന്റെ ഉള്ളിലൊരു ബ്രെഡിന്റെ ഒരു ഇവിടെ അടിയായിരുന്നു രണ്ടാളും കൂടി അതിന് വേണ്ടി. പക്ഷെ ഞങ്ങൾ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചോ, വേഗം വാങ്ങിച്ചോ, വേഗം കിട്ടൂല. അച്ഛനും കൊടുക്കണേ. യമ്മി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.